ഒരു ടേബിൾ മേക്ക് ഓവറൊക്കെ പ്ലാൻ ചെയ്യണമെന്ന് കുറേ നാളായി വിചാരിക്കണം. ആ ടൈമിലാണ് വീട് ചെറുതായിട്ടൊന്ന് ഷിഫ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെൻറ്റഡ് ആയതുകൊണ്ട് തന്നെ ഈ വീട് കാണാൻ വന്ന സമയത്ത് ഈ ഒരു ഏരിയ എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടുണ്ടായിരുന്നേ. അപ്സ്റ്റെയറിൽ ചെറിയൊരു പോർഷനാണിത്. അപ്സ്റ്റെയർ ആയതുകൊണ്ട് തന്നെ നല്ല ലൈറ്റുള്ള ഒരു ഏരിയ ആയിരുന്നു കേട്ടോ അവിടെ. അപ്പോൾ ടേബിൾ എന്തായാലും ഇവിടെ ഇടണമെന്ന് വീട് കാണാൻ വന്ന ദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്തായിരുന്നു കേട്ടോ. 2 വിൻഡോ വരുന്നുണ്ട്. അതിൽ ഒരു വിൻഡോയിലാണ് അത്യാവശ്യം ലൈറ്റ് എന്ന് തോന്നിയിട്ട് ഞാൻ ഈ ഒരു സൈഡിലാക്കിയിട്ട് ടേബിൾ ഇട്ടിട്ടുണ്ട് കേട്ടോ. അത് അപ്പോൾ ഓൾറെഡി പാക്ക് ചെയ്ത് സാധനങ്ങളൊക്കെ പഴയ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഓരോന്ന് അൺബോക്സ് ചെയ്ത് കുറച്ച് സാധനങ്ങളൊക്കെ ഞാൻ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണിച്ചതില്ല, അതൊരു ഹൈലൈറ്റർ ആയിരുന്നു. എൻ്റെ ഭംഗിയായിട്ട് മാത്രം എടുത്ത് വെച്ചിരിക്കുകയാണ്. ഇതുവരെ ഉപയോഗിച്ചിട്ടില്ല. നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ടാണ് തോന്നുന്നത് ഞാൻ ഫസ്റ്റ് ടൈം ആയിട്ട് ഉപയോഗിക്കുന്നത്. കാരണം ഉപയോഗിച്ചാൽ അത് തീരുമല്ലോ. ഈ ഒരു പേപ്പർ ഞാൻ ഓഫീസിൽ നിന്ന് വേസ്റ്റ് പേപ്പർ കിട്ടുന്നതൊക്കെ കട്ട് ചെയ്ത് ഇങ്ങനെ എടുത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. ഫ്രമും ടു ഒക്കെ എഴുതാൻ വേണ്ടിയിട്ട് ബിസിനസ്സിലോട്ട് ആവശ്യം വരും. അപ്പോൾ A4 വെറുതെ കളയണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുഞ്ഞു പീസാക്കിയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണേ. എല്ലാവരുടെ വീട്ടിലും ഇങ്ങനെ വീട് ഷിഫ്റ്റിങ്ങിൻ്റെ സമയത്തൊക്കെ കിച്ചണിലെ ചെറിയ ഐറ്റംസ് ആയിരിക്കും കൂടുതലായിട്ട് ഉണ്ടാവാറുള്ളത്. എൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നേ. കാരണം എൻ്റെ ഈ കുഞ്ഞു സ്റ്റേഷനറി സാധനങ്ങൾ കുറേ ഭദ്രാവതിയായിട്ടുള്ള കുറേ ഐറ്റംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത് സേഫ് ആയിട്ട് ഇവിടെ എത്തിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. പാക്കിങ്ങിൻ്റെ സമയത്ത് ഒരുപാട് ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് ഞാൻ ഓരോ ഐറ്റംസും പാക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. കുറേ കാർഡ്ബോർഡ് പെട്ടിയൊക്കെ ഓൾറെഡി എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്തായിരുന്നു പാക്കിംഗ് എല്ലാം ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന മിററില്ലേ, ഇത് ഞാൻ മീഷോന്ന് വാങ്ങിയിട്ടുണ്ടായിരുന്നതാണ്. ഈ ഒരു ഐറ്റത്തിന്റെ അൺബോക്സിംഗ് വീഡിയോ ഒക്കെ ഞാൻ ഷോർട്സ് ആയിട്ട് പോസ്റ്റ് ചെയ്തിട്ടുണ്ട് കേട്ടോ. പിന്നെ ലിങ്ക് വേണ്ടവർ ജസ്റ്റ് കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്താൽ മതി. അതിനകത്ത് ഞാൻ ലിങ്ക് എല്ലാം കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനിയിപ്പോൾ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഒക്കെ നോക്കി കണ്ടുപിടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടുള്ളവരാണെന്നുണ്ടെങ്കിൽ ബയോയിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്ത് കയറി കഴിഞ്ഞാലും ഞാൻ യൂസ് ചെയ്ത എല്ലാ ഐറ്റംസിന്റെ ലിങ്ക് അതിനകത്ത് കിട്ടും കേട്ടോ. എന്താണെന്ന് അറിഞ്ഞൂടാ, ടേബിൾ ആ സൈഡിൽ ഇട്ടിട്ട് ഒരു ലൈറ്റിങ്ങിന് കുറവ് പോലെ എനിക്ക് തോന്നി. വീഡിയോ എടുത്തിട്ടൊന്നും വലിയ രസമില്ല, ഒരു ക്വാളിറ്റി ഇല്ലാത്ത പോലെ തോന്നി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ റൈറ്റ് സൈഡിലുള്ള വിൻഡോയിലോട്ട് ടേബിൾ ഒന്ന് നീക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇപ്പോൾ ഈ കാണിക്കുന്ന ഐറ്റം ഇല്ലേ, കേക്ക് ബോർഡ് വെച്ചിട്ട് ഞാൻ ചെയ്ത ചെറിയൊരു പെയിന്റിംഗ് ആയിരുന്നു. അപ്പോൾ അതിന്റെ ഹാങ്ങിങ്ങിന്റെ പോർഷനൊക്കെ വിട്ടുപോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് അത് ഞാൻ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ ഫോം ബോർഡ് വെച്ചിട്ട് ഞാൻ 2-3 വാൾ ഷെൽഫ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ അതും അവിടെ സ്റ്റിക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതിന്റെയൊക്കെ വീഡിയോ ഞാൻ ഷോർട്സ് ആയിട്ട് ഓൾറെഡി പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് കാണാത്തവർ കണ്ടുപോയിക്കോളൂ കേട്ടോ. ഈ ഒരു തുലിപ്പും ഈ ഒരു പ്ലാന്റ് ഒക്കെ ഞാൻ തന്നെ ചെയ്തതായിരുന്നു DIY ആയിട്ട്. അപ്പോൾ അതും അങ്ങനെ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. അതും ആ വാൾ ഷെൽഫിലാണ് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വാൾ ഷെൽഫിൽ വെക്കാൻ പ്രത്യേകിച്ച് ഐറ്റംസ് ഒന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഞാൻ ചെയ്ത DIYs തന്നെയാണ് അതിനകത്ത് വെച്ചിട്ടുള്ളത്. ഈ ഒരു വാൾ ഗ്രിഡും ഞാനൊരു വുഡൻ സ്റ്റിക്ക് വെച്ചിട്ട് DIY ആയിട്ട് ചെയ്തതായിരുന്നു കേട്ടോ. അപ്പോൾ അതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു ടു ഡു ലിസ്റ്റും DIY ആണ്, അതും സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഓവറോൾ ഇങ്ങനെയാണ് ഏകദേശം വരുന്നത് കേട്ടോ ചെയ്ത് കഴിഞ്ഞപ്പോൾ. ഇത് ഞാൻ DIY ആയിട്ട് ഉണ്ടാക്കിയ ഒരു കീ ചെയിൻ ആയിരുന്നേ. അപ്പോൾ വാൾ ഗ്രിഡ് പ്ലെയിൻ ആയി കിടക്കണോണ്ട് അതിനകത്തൊരു പൂവും ആ ഒരു കീ ചെയിനൊക്കെ തൂക്കിയിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇതൊക്കെ ടേബിളിലെ സൈഡിലെ വോള് പ്ലെയിൻ ആയി കിടക്കണോണ്ടിട്ട് 2-3 വാൾ പോസ്റ്റേഴ്സും കൂടി സ്റ്റിക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എല്ലാം കഴിഞ്ഞിട്ടുള്ള നമ്മുടെ ഓവറോൾ ലുക്ക് ഇങ്ങനെയാണ് ടേബിളിൽ വരുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പോൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നവർക്ക് എൻ്റെ ടേബിളും എൻ്റെ ഈ ഒരു വീഡിയോയും ചാനലൊക്കെ ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ. ഇഷ്ടമായിട്ടുണ്ടെന്നാണെങ്കിൽ കമൻറ്റും കൂടി ചെയ്തോ കേട്ടോ.